ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗം പടരുന്നത് തടയാനായി ജില്ലാ ആരോഗ്യ വകുപ്പ് മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു. മുൻപ് ചെളിയുള്ള വെള്ളത്തിൽ കുളിക്കുന്നവരെയാണ് ഈ രോഗം കൂടുതലും കണ്ടിരുന്നത്. എന്നാൽ ഒരു നീന്തൽക്കുളത്തിൽ കുളിച്ച കുട്ടിക്ക് രോഗം വന്നത് ആശങ്കകൾ വർദ്ധിപ്പിച്ചു. കേരളത്തിൽ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ മുൻപ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ സംഭവം കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. രോഗബാധ തടയുന്നതിനായി എല്ലാ നീന്തൽക്കുളങ്ങളും, പൊതുജലാശയങ്ങളും, കിണറുകളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ തന്നെ രോഗം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും മുൻകരുതലെടുക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 2 ദിവസങ്ങളായി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ പൊതുകുളങ്ങളും, കിണറുകളും, സ്കൂളിലെ ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്തു. ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമുള്ള നീന്തൽക്കുളങ്ങളിൽ കൃത്യമായി വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചു. വ്യായാമത്തിനായും വിനോദത്തിനായും നീന്തൽക്കുളങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹോട്ടലുകളോടും റിസോർട്ടുകളോടും ഹോം സ്റ്റേകളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന നീന്തൽക്കുളങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. ഈ സ്ഥലങ്ങളിൽ പലയിടത്തും ജലശുദ്ധീകരണം കാര്യക്ഷമമല്ലെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ അനുകൂലമായ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്.